ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാമെന്നും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കാം. ആദ്യം നമുക്ക് എങ്ങനെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാമെന്ന് പറയാം. ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത ശേഷം താഴെ കാണുന്ന ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ കോളേജസിന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ ഇനി ഒരു കുട്ടിക്ക് ആദ്യം കൊടുക്കേണ്ടത് പത്തനംതിട്ട ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ആ ബോക്സിൽ നമുക്ക് ഫസ്റ്റ് അവിടെ കൊടുക്കണമെങ്കിൽ 1 കൊടുക്കണം. അതേപോലെ തന്നെ അടുത്ത കോളേജ് ഇടുക്കിയിലാണെങ്കിൽ അവിടെ 2 ഇങ്ങനെ നമുക്ക് കൊടുക്കേണ്ട കോളേജുകൾ അതാത് ഓർഡറിൽ നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്തെടുക്കണം. എന്നിട്ട് അവസാനം സേവ് ചെയ്യണം. ആദ്യം നമ്മളൊരു ഓർഡർ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്, ഈ ഓപ്ഷൻ രജിസ്റ്ററിന് മുമ്പ് ഏതൊക്കെ കോളേജ് കൊടുക്കുന്നു എന്നൊക്കെ. പിന്നെ നമ്മൾ മാക്സിമം കോളേജ് കൊടുക്കണം, കാരണം ആദ്യത്തെ 3 അലോട്ട്മെൻറ്റ് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന കോളേജ്. ഇനി നമുക്ക് ഈ അലോട്ട്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു കോളേജ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ മാക്സിമം കോളേജ് കൊടുക്കണം. LBS ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് അലോട്ട്മെൻറ്റിൻ്റെ ഇടയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. കാരണം താഴെയുള്ള കോളേജ് മേലോട്ട് ആക്കാം, അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാകും, ഇപ്പോൾ INC അപ്രൂവൽ ലഭിക്കാത്ത കോളേജിന് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിന് പിന്നെ എപ്പോഴാണ് കൊടുക്കാമെന്ന്. അതിന് നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പുതുതായി INC അപ്രൂവൽ ലഭിച്ച കോളേജ് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പലരും ചോദിച്ചിരുന്നു, വീഡിയോയുടെ ഇടയിൽ പറയുന്ന ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീ ഒക്കെ ടോട്ടലാണോ അതോ ഇയർലി ആണോ എന്ന്. ഇയർലി ആണ്, ഓരോ വർഷത്തെ ഫീ ആണ് പറയുന്നത്. നമുക്ക് ആദ്യം ഒരു കോളേജ് ലഭിച്ചാൽ നമ്മൾ അവിടെ പോയി ടോക്കൺ ഫീ എടുക്കണം. ടോക്കൺ ഫീ എടുക്കാത്ത പക്ഷം നമ്മളെ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കുന്നതല്ല, പിന്നീട് നമ്മളെ സ്പോട്ടിലോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലോ പരിഗണിക്കുള്ളൂ. ഇനി നമ്മൾ ആ കോളേജിൽ ചേരുന്നില്ല, അടുത്ത അലോട്ട്മെൻറ്റിൽ നല്ലൊരു കോളേജ് ലഭിക്കാൻ കാത്തു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ലഭിച്ച കോളേജിൽ പോയി NOC വാങ്ങണം. അതുകൊണ്ട് പറയാനുള്ളത്, നമുക്ക് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് ഏറ്റവും ആദ്യം നമ്പർ 1 കൊടുക്കണം. എന്നാലേ ആദ്യം നമുക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ ആകുള്ളൂ. അല്ലാതെ നമ്മൾ അത് താഴെ കൊടുത്താൽ നമുക്ക് മറ്റു കോളേജ് ലഭിച്ചാൽ പിന്നെ NOC ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള കോളേജിൻ്റെ ലിസ്റ്റിൻ്റെ വീഡിയോ പാർട്ട് 1ഉം പാർട്ട് 2 ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾ റാങ്ക് കുറഞ്ഞവരാണെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ സൈറ്റിൽ കയറിയപ്പോൾ സൈറ്റ് ബ്ലാങ്ക് ആണെന്നൊക്കെ ചിലർ കമൻറ്റ് ഇട്ടിരുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്രോം പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് സൈറ്റിൽ കയറി നോക്കുക. പിന്നെ നിങ്ങൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണെങ്കിലും അവസാന തീയതിയായ 15-ാം തീയതി ഒന്ന് സൈറ്റിൽ കയറി നമ്മൾ കൊടുത്തതൊക്കെ ഒന്ന് ശരിയല്ലേന്നും ഓർഡറിലല്ലേന്നും നമ്മൾ കൊടുത്ത് സേവ് ആയിട്ടില്ലേന്നും പ്രത്യേകം നോക്കാൻ ശ്രമിക്കാം. താങ്ക് യു.